വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യം ഞാൻ വായിക്കുന്നു. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ശീതോഷ്ണവാനായിരിക്കുന്ന ലവോദിക്ക സഭയെ കർത്താവ് തള്ളിക്കളയുന്നില്ല. അവരെ സ്നേഹിക്കൊണ്ട് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നു. സ്നേഹത്തിൽ പ്രകടമായ ശാസനയും ശിക്ഷയുമുണ്ട്. സദൃശവാക്യം 3:12 ഇപ്രകാരം നാം വായിക്കുന്നു: അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. എബ്രായലേഖനം 12:5-6 വാക്യങ്ങളിൽ മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോടും സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? ശാസനത്തിന് കോപവും ശാകാരവും വിദ്വേഷവും ഒന്നും ആവശ്യമില്ല. ഉദാഹരണത്തിന് നാഥാൻ പ്രവാചകൻ ദാവീദിനെ ശാസിച്ചത് ഇതിന് തെളിവാണ്. വേദപുസ്തകത്തിലുടനീളം ശാസനയും ശിക്ഷയും വ്യാപിച്ചു കിടക്കുന്നു. സദൃശവാക്യം 13:24 വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. സദൃശവാക്യങ്ങൾ 23:13-14 വാക്യങ്ങൾ ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടികൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. വടികൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കുന്നു. സദൃശവാക്യങ്ങൾ 29:15 വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു, തന്നിഷ്ടത്തിന് വിടുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. സദൃശവാക്യങ്ങൾ 29:17 നിന്റെ മകനെ ശിക്ഷിക്ക, അവൻ നിനക്ക് ആശ്വാസമായി തീരും, അവൻ നിന്റെ മനസ്സിനെ പ്രമോദം വരുത്തും. സങ്കീർത്തനങ്ങൾ 94:13 നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ ലവോദിക്ക സഭയോട് ഉണരുകയും മാനസാന്തരപ്പെടണമെന്നും ബുദ്ധി ഉപദേശിക്കുന്നു. മാനസാന്തരപ്പെടുവാൻ എഫെസോസ് സഭയോട് പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് 2:5 നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. മാനസാന്തരപ്പെടണമെന്ന് പെർഗമോ സഭയോട് പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് 2:16 ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. മാനസാന്തരപ്പെടണമെന്ന് തൊയ്തൈര സഭയോട് പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് 2:22 ഞാൻ അവളെ കിടപ്പിലും അവളുമായി വിഭജിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടത്തിൽ ആക്കിക്കളയും. മാനസാന്തരപ്പെടണമെന്ന് സർദി സഭയോടും പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് 3:3 ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴിക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. ഈ സഭകളോട് പറയുന്നത് പോലെ ലവോദിക്ക സഭയോടും ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തവും ശക്തമായിട്ട് പറയുന്നു, നീ മാനസാന്തരപ്പെടുവാൻ. അതാണ് 3:19 ഇന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചത്. വെളിപ്പാട് പുസ്തകം 3:20 നാളെ നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.